الحمد لله الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أما سمعتم قول الله عز وجل ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا وقد قال النبي صلى الله عليه وسلم اتق الله حيثما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم بشهاداتهم قائمون والذين هم على صلاتهم يحافظون أولئك في جنات مكرمون صدق الله العلي العظيم اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാം ഉടയ തമ്പുരാനായ സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകളെല്ലാം യഥാവിധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുടേതായ തഖ്വയിൽ ഊട്ടപ്പെട്ട തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം
സദാ നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളും ഒത്തൊരുമിച്ച് ബദ്ധശ്രദ്ധരായി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മെയും നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ ഉടപ്പിറപ്പുകളെയെല്ലാം തന്നെ അവന്റെ സാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പരിഹരിച്ചു തരുമാറാകട്ടെ. നേരത്തെ ഒരു ഖുതുബയിൽ നമസ്കാരമായിരുന്നു സംസാരിച്ചു വെച്ചിരുന്നു. സത്യവിശ്വാസിയുടെ മിഅ്റാജ് എന്ന് ന്യായമായും വിശേഷിപ്പിക്കപ്പെടുന്ന നമസ്കാരം നമ്മൾക്ക് ഒരു മിഅ്റാജിന്റെ കൊച്ചു പതിപ്പായി അനുഭവപ്പെടണം, അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നായിരുന്നു പറഞ്ഞു വെച്ച്. ഒപ്പം ഇഖാമത്തു സ്വലാത്തും ഇഖാമത്തുദ്ദീനും പരസ്പരം അഭേദ്യമാം വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും പറഞ്ഞു വെച്ചു. നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ആ സമ്മാനമായ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാമിൽ ആരംഭിച്ച് സലാമിൽ അവസാനിക്കുന്ന ആ മഹത്തായ ആരാധന ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നിത്യജീവിതത്തിൽ നിരന്തരം പ്രസക്തമായ സന്ദേശം. ഒന്നാമതായി അതൊരു ആത്മീയമായ പുണ്യയാത്രയാണ്, റബ്ബിന്റെ സന്നിധാനത്തിലേക്കുള്ള യാത്ര. അപ്പൊ റബ്ബിനെ കണ്ടുമുട്ടാൻ, റബ്ബുമായി സംഭാഷണം നടത്താൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഒരു ശാരീരികാവസ്ഥ എല്ലാം നമുക്കുണ്ടാവണം. വുളു ചെയ്ത് നാം ദേഹശുദ്ധി വരുത്തുന്നത് പോലെ മനസ്സും ശുദ്ധമായിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അങ്ങനെ മനസ്സ് ശുദ്ധമായാലേ ഖുശൂ' നമസ്കാരത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന സൽഗുണമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കരിക്കുന്നവർ തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു തആല സുവിശേഷം അറിയിക്കുകയാണ്. ആരാണവർ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തരാണ്, ഖുശൂ' ഉള്ളവരാണ്. ഈ ഖുശൂ' ആണ് ആന്തരിക ശുദ്ധി. വുളൂഇലൂടെ ശാരീരിക ശുദ്ധിയും ഖുശൂഇലൂടെ ആന്തരിക ശുദ്ധിയും ആർജിച്ചുകൊണ്ട് വേണം റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് ഒരു മിഅ്റാജ് യാത്ര എന്നോണം നടത്തുന്ന ഈ പുണ്യയാത്രക്ക് നാം തുനിയേണ്ടത് എന്നത് ഒരിക്കൽ കൂടി നാം ഓർക്കുക. ഈ യാത്രയിൽ റബ്ബുമായി നാം വളരെ അടുക്കുന്നു. ഏറ്റവും അടുക്കുന്നത് നേരത്തെ പറഞ്ഞു, ഫാത്തിഹയിൽ മധ്യത്തിലെത്തുമ്പോൾ അള്ളാഹുവും ഞാനും നമ്മളും തമ്മിലുള്ള ഒരടുപ്പം. അവിടുന്ന് വീണ്ടും 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 മുന്നോട്ട് പോയി ഒരു സത്യവിശ്വാസി ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അള്ളാഹുവുമായി ഒരു സത്യവിശ്വാസി ഏറ്റവും അടുക്കുന്നത് സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് സുജൂദ് വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നിലക്കും ഉപദേശിച്ചിട്ടുണ്ട്. സ്വർഗപ്രവേശത്തിന് ഏറെ സഹായകമാണ് എന്ന് നബി പല നിലക്കും ഉത്ബോധിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമസ്കാരം അവസാനിക്കുന്നത് സലാമിലാണ്. എന്താണ് ഈ സലാം? ആരോടാണ് ഈ സലാം? അതേ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നാം ഒരു യാത്രയിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നല്ലോ. യാത്രയിൽ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് റബ്ബിന്റെ സന്നിധാനത്തിലെത്തി ഭക്തിപൂർവം പല സംഗതികളും റബ്ബിന്റെ മുമ്പിൽ അപേക്ഷിച്ച് അങ്ങനെ മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് സംഭവ ലോകത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കുറച്ചു നേരം നമ്മൾ സംഭവ ലോകത്തായിരുന്നില്ല, ആത്മീയ ലോകത്താണ്. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്.
അനിർവചനീയമായൊരു അനുഭൂതിയിലാണ്. ലോകത്ത് തിരിച്ചെത്തിയപ്പോൾ സംഭവ ലോകവുമായി, നമ്മുടെ പരിസരവുമായി ബന്ധപ്പെടുമ്പോൾ നാം ലോകത്തോട് വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും, യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ എന്നതാണ് അതിന്റെ ഭാവന. ഇരിക്കട്ടെ. മറ്റൊരു കാര്യം, ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. കരുണയുടെ കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞാൻ പള്ളിയിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ട് വിറക് ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തിന്? പള്ളിയിൽ തീരെ വരാതെ ഒറ്റക്ക് നിക്കരിക്കുന്ന, പൊരേന്ന് നിക്കരിക്കുന്ന ആളുകളുടെ പൊരക്ക് തീ കൊടുക്കാൻ. തീവ്രവാദമൊന്നുമല്ല നബി പറഞ്ഞു തന്നെ. നിക്കരിക്കാത്തവനുണ്ടാവില്ല ദുനിയാവിൽ മുസ്ലിമായിട്ട്. അത് നബിയുടെ സങ്കല്പത്തിലേ ഇല്ല. നിസ്കരിക്കാത്തവൻ മുസ്ലിമാണോ എന്നത് സംശയാസ്പദമാണ്. മുസ്ലിമിന്റെയും കാഫിറിന്റെ ഇടയിലുള്ള മുഖ്യമായ വ്യത്യാസം അത് നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിക്കരിക്കാത്തവൻ എന്തായാലും ഇല്ല, പള്ളിയിൽ വന്ന് നിക്കരിക്കാത്തവൻ. ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. തർക്കമറ്റ വസ്തുതകളാണ്. 27 ഇരട്ടി. ഒരർത്ഥത്തിൽ ഇതിലൂടെ ഒരു വലിയ സന്ദേശം, ഒരു വലിയ പരിശീലനം നമുക്ക് നൽകപ്പെടുകയാണ്. ഒപ്പം നമുക്ക് ഒരുപാട് പുണ്യവും പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു തആല വാരിക്കോരി ഉദാരമായി നൽകുകയാണ്. അതുകൊണ്ട് കൃപയാണ്, കരുണയാണ്. അതായത് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു വക നന്നായി ഒരുങ്ങി ഏകാഗ്രത ഉറപ്പുവരുത്തി ദീർഘമായി ഖുർആൻ പാരായണം നടത്തി സുജൂദും റുക്കൂഴൊക്കെ നന്നായി വർദ്ധിപ്പിച്ച് പ്രാർത്ഥനകൾ ഒരുപാട് നടത്തി അങ്ങനെ ഒരു 10-25 മിനിറ്റ് എടുത്തുകൊണ്ട് ഭക്തിപൂർവം ദീർഘമായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതൊരു നിർവൃതിയാണ്. പക്ഷെ പടച്ച തമ്പുരാൻ പറയുന്നു, ഫർള് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നീ ബാങ്ക് കേട്ട പള്ളിയിലേക്ക് വരണം. പള്ളിയിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു നിലവാരത്തിലും നിലപാടുള്ള നിൽക്കാരെല്ലാം സങ്കല്പിക്കുക. ഇമാമിന്റെ പിറകെ കൈകെട്ടി ഓതിത്തീരുന്ന മുന്നേ അയാൾ റുക്കൂയിലേക്ക് പോയി, പാഞ്ഞയാളെ പിന്നാലെ റുക്കൂയിലെത്തുമ്പോഴത്തേക്കാൾ പൊന്തി, പിന്നെ ഇയാളെ പിന്നാലെ നെട്ടോട്ട് പോലെയൊക്കെ ആയിപ്പോകാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ്, എന്നാൽ ചിലപ്പോഴൊക്കെ സംഭവിച്ചേക്കാം. ഫലത്തിൽ എനിക്കൊരു വലിയ സായുജ്യമൊന്നും കിട്ടിയില്ല എന്നും വ്യക്തിപരമായി തോന്നിയേക്കാം. എങ്കിൽ പോലും 27 ഇരട്ടി കൂലിയുണ്ട്, നീ അങ്ങനെ തന്നെ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർശനമായ ശാസനയുമുണ്ട്. ഇതിലൂടെ എന്താ പഠിപ്പിക്കുന്നത്? സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ചില കാര്യങ്ങൾ ശീലിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഒരു കൂട്ടായ്മയിൽ ഫിറ്റാവണം. വ്യക്തിനിഷ്ഠമായ ചില നിർബന്ധത്തിന്റെ പേരിൽ ഒറ്റയാനായി ജീവിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി ഒരാളെ ആക്ഷേപസ്വരത്തിൽ വിശേഷിപ്പിക്കുക ഇല്ല. കാരണം നബിയുടെ സ്വഭാവം അത്ര മഹത്തരമാണ്. അങ്ങേയറ്റം കൃപാലുവാണ് നബി. മുഅ്മിനീങ്ങളും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിസ്കരിക്കാനടുത്തം വന്നു, ഇമാമിനോട് പിന്നിൽ അണിനിരന്നു. എന്നിട്ട് ഇമാമിനേക്കാൾ മുമ്പായി റുക്കൂയിലേക്കോ സുജൂദിലേക്കോ പോകാനോ അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് തല പൊക്കാനോ ഇമാമിനേക്കാൾ മുമ്പായി ധൃതിപ്പെടുകയും തട്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ തല കഴുതയുടെ തലയാണ് എന്ന് നബി ആക്ഷേപിക്കുകയുണ്ടായി. എന്തിനാ ഇത്ര കടുത്ത ഭാഷ ഉപയോഗിച്ചത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കടുത്ത ഭാഷ? നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്, ആള് മൊത്തത്തിലും തത്വത്തിലും നല്ലോനുമാണ്. എന്നിട്ടും നബി എന്തേ ഇത്ര കടുത്ത വാക്ക് ഉപയോഗിച്ചത്? ഈ ഹദീസ് തർക്കമില്ലാത്ത ഹദീസാണ്. അതെ, ഒരു സത്യവിശ്വാസിയിൽ ചില അച്ചടക്കം, കൃത്യമായും പരിശീലിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതിനുകൂടി സഹായകമാവണം അവന്റെ ഈ വിശിഷ്ടമായ ആരാധന.
നേതൃത്വത്തെ അനുസരിക്കുക, നേതൃത്വത്തെ മുങ്കടക്കാതിരിക്കുക, ധിക്കരിക്കാതിരിക്കുക, നേതൃത്വത്തെ അവഗണിക്കുക, ഇത്യാദി ദുർഗുണങ്ങളൊന്നും ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമേ അല്ല. ഇതാണ് അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ, സത്യവിശ്വാസികളെ പഠിപ്പിച്ചത്, പരിശീലിപ്പിച്ചത്. പക്ഷെ നമസ്കരിക്കുന്ന സമുദായമായ നമ്മൾക്ക് ഇജാതി ഗുണങ്ങൾ വല്ലതും ഉണ്ടോ? എനിക്ക് ഹിതകരമായാലും അഹിതകരമായാലും ഒരു ഇസ്ലാമിക നേതൃത്വത്തെ ആത്മാർത്ഥമായി അനുസരിക്കേണ്ടതുണ്ട് എന്നൊരു പാഠം ജമാഅത്ത് നമസ്കാരത്തിലൂടെ പഠിപ്പിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ് ഇസ്ലാം. പോരാ, സത്യവിശ്വാസി സദാ ഓർക്കേണ്ടതുണ്ട്, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ഇസ്ലാം സാമൂഹ്യതയിൽ അധിഷ്ഠിതമാണ്. കൂട്ടായ്മ വേണ്ട, സംഘടന വേണ്ട, ഒറ്റയാനായി നടക്കാം എന്നൊക്കെ സിദ്ധാന്തങ്ങളുണ്ടാക്കി ആളുകളെ വഴികേടിലും ഗതികേടിലുമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ദുനിയാവിൽ. പക്ഷെ സത്യവിശ്വാസിയെ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യതയിൽ അധിഷ്ഠിതമാണ് അവന്റെ എല്ലാം. ഇനി സംഭവവശാൽ എപ്പോഴെങ്കിലും ഒറ്റക്ക് നിക്കരിക്കേണ്ടി വന്നു വെക്കുക, സംഭവിക്കാൻ, അപ്പോൾ പോലും അവനെന്താണ് പ്രാർത്ഥിക്കുന്നത്, അവനെന്താണ് പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഞാനല്ല ഞങ്ങൾ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെയല്ല ഞങ്ങളെയെല്ലാം നീ നേർവഴിയിൽ നടത്തണം. നിഷ്ഠാപൂർവം അവൻ ബഹുവചന ക്രിയയാണ് ഉപയോഗിക്കുന്നത്, ഒറ്റക്കാണെങ്കിലും. അതെ, നമസ്കരിക്കുന്നവരിൽ ആദർശാധിഷ്ഠിതമായ സജീവമായ ഒരു സംഘബോധം, ഒരു സാമൂഹ്യബോധം സദാ നിലനിൽക്കേണ്ടതുണ്ട്. നമസ്കരിക്കുന്ന സമുദായം പരിശോധിക്കേണ്ടതുണ്ട്, അങ്ങനൊരവസ്ഥയിലാണോ നാം ഉള്ളത്? എന്തേ ഇങ്ങനെ വന്നു? അതെ, അനുഷ്ഠിക്കുന്ന നമസ്കാരത്തെപ്പറ്റി ബോധശൂന്യരാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. ഒരു വിഭാഗം ആളുകൾക്കാണ് മഹാനാശം. ആരാണവർ? അവർ അവരുടെ നമസ്കാരത്തെപ്പറ്റി, നമസ്കാരത്തിന്റെ ചൈതന്യത്തെപ്പറ്റി, നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ബഹുമുഖങ്ങളായ കാര്യങ്ങളെപ്പറ്റി തീർത്തും അശ്രദ്ധരാണ്, അഗണ്യരാണ്. അവർക്കാണ് മഹാനാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അപ്പോൾ നമ്മുടെ നമസ്കാരം മിഅ്റാജാകുന്നില്ല, അല്ലാഹുവുമായുള്ള സംഭാഷണമാകുന്നില്ല, നമസ്കരിക്കുന്ന എന്നിൽ സാമൂഹ്യ ബോധമില്ല, നേതൃത്വത്തെ അനുസരിക്കാനുള്ള ഒരു അച്ചടക്ക ബോധമില്ല, ഒറ്റയാനായി പോകാൻ, വേറിട്ട് നിൽക്കാൻ കിട്ടിയ ചാൻസ് ആദ്യം ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണല്ലോ സമുദായത്തിൽ. അത് മഹല്ലിന്റെ കൂട്ടായ്മയായാലും ഇസ്ലാമികമായ കൂട്ടായ്മകൾ ഏതിനോടും പുലർത്തേണ്ടുന്ന മര്യാദകൾ പലർക്കും പുലർത്താൻ കഴിയാത്തത് നമസ്കാരത്തിൽ ഈ അശ്രദ്ധ കൊണ്ടാണ്. ഇനി നമസ്കരിക്കുന്നവർ തന്നെ പലപ്പോഴും ഇസ്ലാമിന്റെ പല കാര്യങ്ങളും അവഗണിക്കുന്നു. അങ്ങനെയുണ്ട്. നമസ്കാരത്തിൽ ഏറെക്കുറെ ചിട്ടയൊക്കെ പുലർത്തുന്ന ആളുകൾ തന്നെ അന്യരിൽ നമസ്കാരത്തോട് ഒരു എവേർഷൻ, ഒരു വിരോധം, ഒരു വെറുപ്പ് ജനിപ്പിക്കുമാറ് സാമൂഹ്യ ജീവിതത്തിൽ മോശമായ പ്രകടനം കാഴ്ചവെക്കുന്നു. നിസ്കരിക്കുന്നവന്റെ വീടിൽ നിന്ന് ചായ കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ വയറുവേദന ഉറപ്പ് എന്ന് പറയുന്നിടത്തോളം ഒരുപക്ഷെ അതിശയോക്തി ഉണ്ടാവാം, കുപ്രചരണം ഉണ്ടാവാം, അത് നമുക്ക് തള്ളിക്കളിയാം. എന്നാലും ഉണ്ടല്ലോ ഒരു വസ്തുത.
നമസ്കാരം ജീവിതത്തെ സ്വാധീനിക്കാത്ത ഒരു ദുരവസ്ഥ തിരുത്തപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാം ദീൻ, പരിശുദ്ധമായ ദീൻ അന്യരിൽ അനാകർഷകമാക്കി തീർക്കുന്ന മഹാപാപമാണ് ചെയ്യുന്നത്. അന്യർക്ക് അനാകർഷകമായി തോന്നുക അള്ളാഹിന്റെ ഈ പരിശുദ്ധ ദീൻ. ഇതാണല്ലോ ഇതുവഴി സംഭവിച്ചേക്കാൻ ഇടയുള്ളത്. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമസ്കരിച്ചു കൊണ്ടിരിക്കെ എങ്ങനെയാണ് ഒരാൾ സക്കാത്ത് കൊടുക്കാത്തവനായി, ശരിയായ രീതിയിൽ നോമ്പെടുക്കാത്തവനായി മാറുന്നത്? ഒരു യാദൃശ്ചികതയുണ്ട്, ഒരു ഇന്റർലോക്കിംഗ്. നമസ്കാരത്തിന് അള്ളാഹു തആല നിശ്ചയിച്ച നേരം 5 അതിൽ തർക്കമില്ല. അത് പരമ്പരാഗതമായി എല്ലാവരും കണ്ടും കേട്ടും ഐകകണ്ഠ്യേന പുലർത്തി വരുന്നൊരു സംഗതിയാണ്. 5 നേരമാണ് നമസ്കാരം. ഇതുപോലെ തന്നെ അനുഷ്ഠാന കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളും 5 ഈ രണ്ടെണ്ണങ്ങൾ തമ്മിലുള്ള സാദൃശ്യം ഒരുതരം ഇന്റർലോക്കിംഗ് ആണ് എന്നതും ആനുഷംഗികമായി നാം ഓർക്കുക. എന്നാൽ ഈ നമസ്കാരത്തിൽ ഇസ്ലാം കാര്യങ്ങളെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാം കാര്യത്തിൽ ഒന്ന് ഷഹാദത്താണ്, സത്യസാക്ഷ്യം. അതിന്റെ എല്ലാ അർത്ഥത്തിലും സമഗ്ര രൂപത്തിൽ സദാ അനുഷ്ഠിക്കുക. ഏറ്റവും അധികം അനുഷ്ഠിക്കേണ്ടതാണ് സത്യസാക്ഷ്യം. അതിനങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. നമ്പർ 1 പറഞ്ഞതായിരിക്കും ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കേണ്ടത്. നമ്പർ 2 അതിന്റെ തൊട്ട് താഴെ, നമ്പർ 3 അതിന്റെ താഴെ, ഇങ്ങനെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സത്യസാക്ഷ്യ. സത്യസാക്ഷ്യം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പറയേണ്ടതാണ്. പക്ഷെ നമസ്കാരത്തിൽ ഒരു സത്യസാക്ഷ്യം നടക്കുന്നുണ്ട്, ഒരു തജ്ദീദു ഷഹാദത്ത്. സത്യസാക്ഷ്യത്തെ, ഷഹാദത്തിനെ പുതുക്കുക, അപ്ഡേറ്റ് ചെയ്യുക, കുറ്റമറ്റതാക്കുക, അതിനെ ബാധിച്ചേക്കാനുള്ള എല്ലാ കറകളും നീക്കുക എന്നൊരു പണി നമസ്കാരത്തിൽ നടക്കുന്നത്. നമസ്കാരത്തിൽ ഒടുവിലത്തെ ഇരുത്തത്തിന് പറയുന്നത് തന്നെ തശഹുദ് എന്നാണ്. അവിടെ നടക്കുന്ന മെഹ്റാജിലെ ഡയലോഗാണെങ്കിലും അവിടെ നടക്കുന്ന ഒരു മൗലികമായ കാര്യം ഷഹാദത്ത് പുതുക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 4-5 മണിക്കൂറിന്റെ ഇടവേളകളിൽ സത്യസാക്ഷ്യത്തിന് നിരക്കാത്ത വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഞാൻ ഇതാ എന്റെ നിലപാടിൽ, ആദർശാധിഷ്ഠിതമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഷഹാദത്ത് നമസ്കാരത്തിൽ അന്തർലീനമാണ്. നമസ്കാരമാണല്ലോ നടക്കുന്നത്. പിന്നെ ഒന്നുള്ളത് നോമ്പാണ്. നോമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ ആരാധനയുടെ ബാഹ്യമായ രീതി അന്നപാനീയാദികളിൽ നിന്നും ഭോഗസുഖങ്ങളിൽ നിന്നും അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്ന് സംയമനം പാലിച്ച് അച്ചടക്കപൂർവം പടച്ചവന് വേണ്ടി മാറിയിരിക്കുക. ഇതാണ് നോമ്പിന്റെ ആകത്തുക. നമസ്കാരത്തിൽ ഇതിനേക്കാൾ കർക്കശമായൊരു നോമ്പാണ്. ഒരു 5-8 മിനിറ്റ് നേരാണെങ്കിലും വർത്തമാനം പോലും പറയാത്തൊരു നോമ്പ്. ഭക്ഷണപാനീയങ്ങൾ അയാൾ വർദ്ധിച്ചിരിക്കുന്നു, ഭോഗങ്ങൾ അയാൾ വർദ്ധിച്ചിരിക്കുന്നു, പോരാ സകല സംസാരങ്ങളും അയാൾ നിർത്തിവെച്ചിരിക്കുന്നു, അയാളെ ചലനങ്ങൾ അയാൾ നിയന്ത്രിച്ചിരിക്കുന്നു. നിശ്ചയിച്ച ചലനങ്ങളും നിശ്ചയിച്ച വചനങ്ങളും മാത്രമായി, നിശ്ചയിച്ച ചലനങ്ങളും നിശ്ചയിച്ച വചനങ്ങളും മാത്രമായി വളരെ കർക്കശമായ ഒരു വ്രതത്തിൽ കുറച്ചു നേരത്തേക്കാണെങ്കിലും അയാൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നോമ്പിന്റെ ആകസാരം ഏതോ അർത്ഥത്തിൽ നമസ്കാരത്തിൽ അന്തർലീനമാണ്. പിന്നെ സക്കാത്താണ്. മിച്ചധനത്തിന്റെ തുച്ഛവിഹിതം അവകാശികൾക്ക് കൊടുക്കുക എന്നതാണ് സക്കാത്തിന്റെ ചുരുക്ക വിവരണം. മിച്ചധനത്തിന്റെ തുച്ഛവിഹിതം യഥാവിധി അവകാശികൾക്ക് കൊടുക്കുക, കൃത്യമായി കൊടുക്കുക. ഈ ധനമുണ്ടാകുന്നത് എങ്ങനെയാ? 2 സംഗതികൾ ചേർന്നാലേ ധനമുണ്ടാകുകയുള്ളൂ. ഒന്ന് മനുഷ്യാധ്വാനം, ഏതോ അർത്ഥത്തിലുള്ള മനുഷ്യാധ്വാനം, ദൈക്ഷണികമോ കായികമോ ആയ അധ്വാനം. 2 തന്റെ ആയുസിന്റെ ഭാഗമായ സമയം. ഇത് രണ്ടും ചേർന്നാലേ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഒരാൾക്ക് ഒരുപാട് സമയമുണ്ട്, ഒരു ചുക്കും അറിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ ഒട്ടും നേരെ ഇല്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും ചേരുമ്പോഴാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. എന്നാൽ നമസ്കരിക്കുന്ന 5 നേരം കൃത്യമായി നന്നായി നമസ്കരിക്കുന്ന ഒരു വ്യക്തി ദിവസം പലതവണ ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ താഴെയെങ്കിലും നീക്കിവെക്കുക വഴി, തന്റെ പ്രവർത്തനം നിർത്തിവെക്കുക വഴി
സമ്പത്തുണ്ടാക്കേണ്ടുന്ന സമയം, ആയുസ്, അതോടൊപ്പം തന്റെ ശേഷി രണ്ടും ത്യാഗപൂർവം ത്യജിക്കുക വഴി അദ്ദേഹം സക്കാത്തിന്റെ ആത്മാവിനെ ആവഹിച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് പൈസ ഉണ്ടാക്കാമായിരുന്നു. പൈസ ഉണ്ടാക്കാൻ നിർത്തിവെച്ചിട്ടാണ് നിസ്കരിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തനോട് അല്ലാഹു തആല പറയുന്നു, നിന്റെ ആവശ്യങ്ങളൊക്കെ കഴിച്ച് ഒരു നിശ്ചിത ലെവലിലേക്ക് നിന്റെ വരുമാനം മിച്ചം വന്നാൽ അതിന്റെ ഒരു തുച്ഛവിഹിതം ഈ ആത്മാർത്ഥതയോടുകൂടി സാധുജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് ഒരാൾക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ നമസ്കാരത്തിന്റെ റൂഹ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പൊ സക്കാത്തിന്റെ ആത്മാവും നമസ്കാരത്തിൽ അന്തർലീനമാണ്. നമസ്കരിച്ചുകൊണ്ടിരിക്കുക ഒരാൾ സക്കാത്ത് കൊടുക്കാതിരിക്കുക, ജീവകാരുണ്യ പ്രവർത്തനം നടക്കാതിരിക്കുക എന്ന് പറയുന്നത് അർത്ഥം അദ്ദേഹം നമസ്കാരത്തിന്റെ പൊരുളിനോട് നീതി പുലർത്തുന്നില്ല എന്ന് തന്നെയാണ്. ഇനി അവസാനമായുള്ളത് ഹജ്ജാണ്. ആപതുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടുന്ന ഒരു മഹാപുണ്യകർമ്മം. എന്നാൽ ഹജ്ജിന്റെ കേന്ദ്രമായ പരിശുദ്ധ കഅബാലയത്തിലേക്ക് ധ്യാനപൂർവ്വം മുഖമിട്ടുകൊണ്ടാണ് അദ്ദേഹം നമസ്കാരം നിർവഹിക്കുന്നത് എന്ന് വരുമ്പോൾ ഹജ്ജിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ അന്തർലീനമാണ്. ഈ അർത്ഥത്തിൽ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ അന്തർലീനമാണെങ്കിൽ ഒരു സത്യവിശ്വാസി ഇസ്ലാമിലെ മൗലിക പ്രധാനമായ ഒരനുഷ്ഠാനത്തിലും വീഴ്ച വരുത്താൻ പാടില്ല. വരുത്തിയാൽ അതിന്റെ അർത്ഥം നമസ്കാരത്തിന് സാരമായ കുഴപ്പമുണ്ട് എന്നാണ്. ഇനിയും നമസ്കാരത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ ഒരു തക്ബീറുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് വിശിഷ്ടമായ ആരാധന നമസ്കാരം ആരംഭിക്കുന്നത്. എന്താണ് ഇതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പേര് വരാൻ കാരണം? അതെ, അതുവരെ ഹലാലായ ഒരുപാട് സംഗതികൾ, ചിരിക്കാം, കളിക്കാം, പാട്ടുപാടാം, ചൊറിയാം, മാന്താം, അങ്ങനെ പലതും ഉണ്ട്. തമാശ പറയാം, വ്യായാമം നടത്താം, ഒക്കെ ഈ തക്ബീറോടുകൂടി ഹറാമാണ്. നേരത്തെ പറഞ്ഞല്ലോ, നിശ്ചയിച്ച ചലനങ്ങളും നിശ്ചയിച്ച വചനങ്ങളും മാത്രം. ഒരാൾ ചോദിക്കുന്നു, ഇതെന്തൊരു ഗതികേടാണ്, ഇത്ര നേരം ഹലാലായ ഒരു സംഗതി ഇത്ര പെട്ടെന്ന് ഹറാം, ഇത്ര കർശനമായ രീതിയിൽ എന്താ ഇങ്ങനെ? അതെ, അവിടെയാണ് ഒരു വലിയ തിരിച്ചറിവ്. എന്താണ്? എന്റെ ജീവിതത്തിൽ പാടുള്ളതും പാടില്ലാത്തതും, എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നതും തീരുമാനിക്കുന്നത് ഞാനല്ല, എന്നെ പോലുള്ള ഏതെങ്കിലും ശക്തികളോ വ്യക്തികളോ അല്ല, മറിച്ച് ഉടയ തമ്പുരാനായ രാജതമ്പുരാനായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, തക്ബീർ ചൊല്ലിക്കഴിഞ്ഞ് ഇനിയൊന്നും പാടില്ല. ഇതിലൂടെ നാം തിരിച്ചറിയേണ്ടത് അല്ലാഹുവിന്റെ ഹാക്കിമിയത്ത്, ഹുക്മ് തരേണ്ടത് അത് സൃഷ്ടികർത്താവായ റബ്ബ് സുബ്ഹാനഹു തആല മാത്രമാണ്. ഇവിടെ മനുഷ്യരുടെ മേൽ ആജ്ഞകൾ പുറപ്പെടുവിക്കാൻ, നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഒരു ശക്തിക്കും ഒരർത്ഥത്തിലും അധികാരമില്ല എന്നൊരു തിരിച്ചറിവോ നമസ്കാരവേളയിൽ ഒരാൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് തിരിച്ചറിവുകൾ ഇനിയും പറയാനുണ്ട്. നമ്മുടെ നമസ്കാരം ഈ അർത്ഥത്തിൽ ആയിത്തീരാൻ നല്ല ഒരു പരിശ്രമം ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളും നടത്തേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇഖാമത്തു സ്വലാത്തും ഇഖാമത്തുദ്ദീനും അപ്പോഴാണ് പരസ്പര പൂരകമാകുന്നത്. നബി പറഞ്ഞല്ലോ, അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ. നിസ്കാരം നിലനിർത്തുന്നതോടുകൂടി ഇസ്ലാം കാര്യങ്ങളൊക്കെ പുലരും, അനുബന്ധ കാര്യങ്ങളും പുലരും. ഖുർആനിൽ നമസ്കാരത്തോട് മിക്കവാറും ചേർത്ത് പറഞ്ഞു. എന്ത്? സക്കാത്ത്. അതെ, സൃഷ്ടാവിനെ വണങ്ങലും സൃഷ്ടികളെ സേവിക്കലും രണ്ടും ഒപ്പത്തിനൊപ്പം നടക്കേണ്ടതുണ്ട് എന്നല്ല, സൃഷ്ടി സേവയിലൂടെയാണ് സൃഷ്ടാവായ റബ്ബിലേക്കുള്ള വഴി. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ബഹുവചന ക്രിയയിൽ സംഘബോധം ആവഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സാമൂഹ്യതയെ തിരിച്ചറിയുന്ന സത്യവിശ്വാസിക്ക് സമസൃഷ്ടികളോട് ക്രൂരനാവാൻ പാടില്ല, പറ്റില്ല.
ഖുർആൻ പറഞ്ഞു ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ, തീർച്ചയായും മനുഷ്യൻ അക്ഷമനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒരു പൊറുതികേട് കാണിക്കുന്ന പ്രകൃതം മനുഷ്യനിലുണ്ട്. ആര് പറയുന്നു? റബ്ബ് പറയുന്നു. അവനാണല്ലോ പഠിച്ചത്. ഇദാ മസ്സഹു ശർറു ജസൂഅ, അവനെ വല്ല ദുരിതവും ബാധിച്ചാൽ അവനതാ പരിഭ്രമചിത്തനായി പരക്കം പായുന്നു. വൈദാ മസ്സഹുൽ ഖൈറു മനുഅ, ഇനി വല്ല നന്മയും അവന് വന്ന് ഭവിച്ചാലോ അവനതാ കുശികൊള്ളുന്നു, അതിന് വിട്ടാഹ്ലാദിക്കുന്നു. ഈ രണ്ട് ദുർഗുണവും മനുഷ്യനിൽ മിക്കവാറും ഉള്ളതാണ്. പക്ഷേ ഈ ദുർഗുണങ്ങളിൽ നിന്ന്, ഈ അസന്തുലിതത്വത്തിൽ നിന്ന് മുക്തി വേണമോ? ഒരു സന്തുലിതമായ സമചിത്തത കൈവരിക്കണമോ? ഇല്ലൽ മുസല്ലീൻ, ഈ ദുർഗുണങ്ങൾ ഒഴിവാണ് ആര്? നിസ്കാരം ഇപ്പറഞ്ഞ അർത്ഥത്തിൽ പതിവായി നന്നായി നിർവഹിക്കുന്നവർ. അവർ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവര് അവരുടെ നമസ്കാരത്തിൽ നിഷ്ഠയുള്ളവരാണ്, പതിവുള്ളവരാണ്. തോന്നുമ്പോൾ നിക്കരിക്കലൊന്നല്ല, അല്ലെങ്കിൽ ഒന്നായി നിക്കരിക്കലുമല്ല. നിഷ്ഠാപൂർവം നമസ്കാരം സമയബന്ധിതമാണ്. സ്വലാത്ത കാനത്തൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അത് സമയബന്ധിതമാണ്, നിഷ്ഠയോടെ നിർവഹിക്കേണ്ടതാണ്. പക്ഷേ നമസ്കരിക്കുന്ന നമുക്ക് ആ നിഷ്ഠ തീരെയില്ലാത്തത്. കൃത്യനിഷ്ഠ ഏറ്റവും നന്നായി പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു പാവനമായ അനുഷ്ഠാനം പതിവായി നിർവഹിക്കുന്ന ഒരു സമുദായത്തിന്റെ കാര്യപരിപാടികളിൽ കൃത്യനിഷ്ഠ തീർത്തും ലംഘിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ നമസ്കാരം എവിടെ നിൽക്കുന്നു? നാം ആത്മപരിശോധന നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അങ്ങനെ ആത്മപരിശോധന നടത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു ദുആ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി ആ ദുആ ഇറക്കുന്നത് ആദർശത്തിന് വേണ്ടി അഗ്നികുണ്ഡം പുണർന്ന, പൂങ്കാവനം കണക്കെ അഗ്നികുണ്ഡത്തെ പുണർന്ന മഹാനായ ഇബ്രാഹിം നബി വിനയാന്വിതനായി ദുആ ഇറക്കുന്നത് എന്താണ്? പടച്ച തമ്പുരാനെ, നീ എന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, നമസ്കാരത്തെ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തണം. ഇഖാമത്ത് എന്നതിന് വ്യാപകമായ സമഗ്രമായ അർത്ഥമുണ്ടെന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു. ആ അർത്ഥത്തിൽ നമസ്കാരത്തെ സംസ്ഥാപിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തണം എന്ന് മാത്രമല്ല, ഓമിൻ ദുർരിയത്തി, എന്റെ സന്തതി പരമ്പരകളെയും അவ்விധത്തിൽ നീ നല്ലവരാക്കി തീർക്കണം റബ്ബേ. റബ്ബനാ വതഖബ്ബൽ ദുആ, പടച്ചവനെ നീ പ്രാർത്ഥന സ്വീകരിക്കുമാറാകണം. അതിപ്പോ സ്വന്തം നിക്കരിച്ചാ പോരാ, മക്കളെയും നിക്കരിപ്പിക്കണം നിഷ്ഠാപൂർവം. അല്ലാഹു ആ അർത്ഥത്തിൽ കുടുംബത്തിന്റെ ഇസ്ലാമീകരണം സാധിക്കുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.